ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് 1, 2 ആൻഡ് 3 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാർട്ട് 4. സോ ഇവിടെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ പാലക്കാട് തന്നെയുള്ള ഒരു പീകോക്ക് സാഞ്ചുറിയിലാണ് നമ്മൾ പോകുന്നത്. പീകോക്കിനൊക്കെ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സാഞ്ചുറി എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയായിരിക്കില്ലേ. സോ ആ ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ പോവുകയാണ്. സോ ഞങ്ങൾക്കാണെങ്കിൽ വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിശപ്പിന്നെ തുടങ്ങി വരുമായിരുന്നു. അപ്പോൾ ഞാൻ കാറിലുണ്ടായിരുന്ന ചിപ്സും എന്തൊക്കെയൊക്കെയോ വാരി ഞാൻ കഴിച്ചു. അത് കണ്ട് അച്ഛന് മനസ്സിലായി ഞങ്ങൾക്കൊക്കെ വയറ് കത്തുന്നുണ്ടെന്ന്. ഇവൻ അച്ഛന് പോലെ വിശന്നപ്പോൾ ഞങ്ങൾ നല്ല മീൽസ് കിട്ടുന്ന ഒരു കട, ഞങ്ങൾക്ക് മീൽസ് ആയിരുന്നു കഴിക്കാൻ ആ സമയത്ത് ഇങ്ങനെ ആഗ്രഹം. മാത്രമല്ല ഇങ്ങനത്തെ സ്ഥലത്ത് മീൽസ് കിട്ടുന്ന കടകളെ കിട്ടുള്ളൂ, ഒരു കാട് പോലത്തെ സ്ഥലമല്ലോ. സോ ഞങ്ങൾ നല്ല ചോറും സാമ്പാറും കറികളൊക്കെ കിട്ടുന്ന നല്ല ഊണ് കിട്ടുന്ന ഒരു അടിപൊളി കടയിൽ കയറി ഞങ്ങൾ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറച്ച് ടമ്മിയൊക്കെ ഫില്ല് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി നമ്മൾ സ്ഥലത്തെത്തി, നമ്മുടെ പീകോക്ക് സാഞ്ചുറിയിലോട്ട്. അങ്ങനെ ഒരാൾക്ക് 40 രൂപ വെച്ച് ഞങ്ങൾ 4 പേര് 160 രൂപയ്ക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയത്. അപ്പോൾ നമ്മൾ മയിലിനെ കാണാൻ വേണ്ടി കാട്ടിക്കൂടെ നടക്കുകയാണ്. ചുറ്റു മയിലിനെ കാണാനില്ല, ഇവിടെ നിറച്ച് കാടാ. അയ്യോ അതെ അതെ, ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ് ഗൈസ്. ഓക്കെ, സോ നമുക്കിനി തപ്പ മയിലുണ്ടെങ്കിൽ ഭാഗ്യം കണ്ടു എന്ന് പറയാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കാടിങ്ങനെ കയറി പോവാണ്. ഇതുവരെ ഒരു മയിലിനെ പോലും കണ്ടിട്ടില്ല ഇത്രയും കയറിയിട്ടും. അപ്പം ഞങ്ങളുടെ 160 രൂപ വെള്ളത്തിലായോ എന്നുള്ള കുറേ സംശയത്തോടെയും പേടിയോടെയാണ് ബാക്കിയത്. അച്ഛനെ കാണുന്നില്ല ഗൈസ്, അച്ഛനെ മിസ്സിങ്. ഈ കൊടും കാടിൻ്റെ ഉള്ളിൽ അച്ഛൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഗൈസ്. നമുക്ക് പോയി നോക്കാം. നമുക്ക് അതാണ്ട് അവിടെ ഒരു പിങ്ക് ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ. നോക്കട്ടെ, ഇവിടെ ചോരയോ. എനിക്കിഷ്ടമായി, സ്ഥലമൊക്കെ ഇഷ്ടമായി. പക്ഷെ ഇവിടെ ഓരോ മൃഗങ്ങളുടെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് മാന്തിയ ടൈപ്പ് പാടൊക്കെ ഉണ്ട് ഗൈസ്. അതാണ് ചെറിയൊരു പേടി. പിന്നെ പാമ്പിൻ്റെ പൊത്തൊക്കെ കണ്ടു ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടുണ്ട്. സോ വവ്വാലുകളെല്ലാം രാത്രിയാണല്ലോ പിറക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് രാവിലെ ഇവിടെ ഇങ്ങനെ കിടക്കുമായിരിക്കും. ആൻഡ് ഇത് ഓക്കെ, നമ്മുടെ മാനൊക്കെ വെള്ളം കുടിച്ചിട്ട് പോയൊരു ലക്ഷണമാണ് അതിൽ കണ്ടത്. സോ ചവിട്ടി നടക്കുന്ന ഒരു ലക്ഷണം. അതെ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണുമോ എന്നുള്ള പ്രതീക്ഷയിൽ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ നടന്ന് ചെന്നെത്തിയത് ഒരു വെരി വെരി ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ്. കാരണം ആ കാടിനുള്ളിൽ ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ ഇങ്ങനെ നോർമൽ കാടെന്ന് പറഞ്ഞ് നടന്നതായിരുന്നല്ലേ. സോ ആ സ്ഥലം നല്ല പാറയുള്ള, ലൈക്ക് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. ലൈക്ക് നേരിട്ട് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു പ്ലേസ് ആയിരുന്നു. അപ്പം അതിൻ്റെ അവിടെ സൈഡിൽ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നും കാണാൻ പറ്റാതെ ഒരു പക്ഷി, ഒരു കാക്കനെ പോലും കണ്ടില്ല അല്ലേ. അതെ, കാക്കനെ പോലും കണ്ടില്ല. പക്ഷെ കാട്ടിക്കൂടെ നടക്കുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതെ, നമ്മൾ കാട്ടിലെ മറ്റേ പാറമടയും വെള്ളവും മൃഗങ്ങൾ വെള്ളം കുടിക്കുന്ന സ്ഥലമൊക്കെ കണ്ടു. സോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോണ സമയത്ത് ഇതേ ഒരു മയിലിനെ കണ്ടു. അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അത് പെട്ടെന്ന് അങ്ങ് പോയി. സോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു, അത്രയേ ഉള്ളൂ. ഞങ്ങൾ കാട്ടിൽ നിന്നും ഇറങ്ങി നാട്ടിലെത്തിയിട്ടുണ്ട്. സോ അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞതാ ഇറങ്ങി. ഞങ്ങൾ കഷ്ടപ്പെട്ട് പാലക്കാട് വരെ പോയി ഒരു മയിലിനെ കണ്ടു. അതും 40 രൂപ, 4 പേർക്ക് 160 രൂപ കൊടുത്ത് അങ്ങ് ദൂരം നടന്നു ഒരൊറ്റ മൈൽ മാത്രം ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കാട്ടിലൊക്കെ നടന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാട്ടിലെങ്ങനെ നടന്നു, അതിൻ്റെ ഉള്ളിൽ ആനിമൽസൊക്കെ എങ്ങനെയായിരിക്കും ഒക്കെ അറിയാനായിട്ട് പറ്റി. സോ അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അതെന്താണെന്ന് അറിയാൻ ജസ്റ്റ് വെയിറ്റ് ഫോർ പാർട്ട് 5. ബൈ ബൈ.